ഇവിടെ നമുക്ക് എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളുടെയും ഒരു ഓട്ടപ്രദക്ഷിണം അതിനുള്ള സമയമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മെയിൻ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് ഡോക്ടർമാരുടെ സമരം ശക്തം, ഭീഷണിയുമായി സർക്കാർ, പാവങ്ങൾ വലയുന്നു. ആ ഒരു തലക്കെട്ടോടെയാണ് ജന്മഭൂമി മെയിൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ശസ്ത്രക്രിയകൾ മുടങ്ങും, കടുത്ത നിലപാടുകളും ഡയസ്നോൺ ഭീഷണിയുമായി സർക്കാർ, ചർച്ചയിൽ ഒത്തുതീർക്കാമായിരുന്ന ഡോക്ടർമാരുടെ സമരം ശക്തമാകുന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ കടുത്ത പ്രതിസന്ധിയിലേക്ക്. ഇതുമൂലം വലയുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരും എന്ന് തന്നെയാണ് ആ വാർത്ത വിശദമായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ജന്മഭൂമിയിൽ തന്നെയുള്ളത് EAയുടെ കരുത്ത് ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി. EAയ്ക്ക് ഭാരതത്തിൻ്റെ മാനവ ദർശനം. ലോകത്തെ ഏറ്റവും വലിയ ഉച്ചകോടി ഭാരതത്തിൽ നടക്കുമ്പോഴാണ് ഭാരതത്തിൻ്റെ മാനവ ദർശനം മുന്നോട്ട് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നത്. EAയുടെ കരുത്ത് ഭൂമിയുടെ ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മുടെ എല്ലാം ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ആ ഒരു വാർത്തയും ജന്മഭൂമി പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. മറ്റൊന്ന്, ഈ ഡോക്ടർമാരുടെ സമരം ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വലിയ വീഴ്ചകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ തുടർച്ച തന്നെയാണ്. കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ്, കുട്ടിയുടെ പ്ലാസ്റ്റർ ഇട്ട കൈ വളഞ്ഞു എന്നുള്ള വാർത്തയുമുണ്ട്. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 14-കാരൻ്റെ ഒടിഞ്ഞ കൈ 2.5 മാസം ചികിത്സിച്ചിട്ടും വളഞ്ഞു പോയെന്നും കുടുംബം. കോന്നി അരിവാപ്പുലം സ്വദേശികളുടെ മകൻ തൻസീറിനാണ് ചികിത്സാ പിഴവ് മൂലം പ്ലാസ്റ്റർ ഇട്ട കൈ വളഞ്ഞത്. സംഭവത്തിൽ കുടുംബം കോന്നി പോലീസിൽ പരാതി നൽകി. ഈ വാർത്തയും വിശദമായിട്ട് തന്നെ ജന്മഭൂമി പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് 1-ാം പേജിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ PFI ഭീകരൻ മൊയ്തീൻ കുട്ടി മാസ്റ്റർ ട്രെയിനർ എന്നുള്ള വാർത്തയുണ്ട്. നിരോധിത സംഘടന PFI സംസ്ഥാന കമ്മിറ്റി അംഗവും ആയുധ പരിശീലന വിഭാഗം കോർഡിനേറ്ററുമായിരുന്ന മലപ്പുറം വളാഞ്ചേരി കാട്ടിപ്പരുത്തി പുല്ലാനിക്കാട്ടിൽ P മൊയ്തീൻകുട്ടി മാസ്റ്റർ ട്രെയിനറിന് NIA കണ്ടെത്തി. എന്നെ വിശദമായിട്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ്, എന്തുകൊണ്ടാണ് ആ ഒരു കണ്ടെത്തൽ എന്ന് പറഞ്ഞു വെക്കുന്ന വാർത്ത ജന്മഭൂമി വിശദമായിട്ട് തന്നെ അവസാന പേജിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റ് പേജുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ജന്മഭൂമിയുടെ മറ്റ് പേജുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഭാരതത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനൊരുങ്ങി ഫ്രാൻസ് എന്നുള്ള വാർത്തയും 8-ാമത്തെ പേജിൽ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഭാരതം തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വാങ്ങാനൊരുങ്ങി ഫ്രാൻസ് എന്നുള്ള വാർത്തയാണ് ജന്മഭൂമി പ്രാധാന്യത്തോടെ പറഞ്ഞു വെക്കുന്നത്. രോഹിണി, ഇനി നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം. അതെ, മലയാള മനോരമയാണ് എൻ്റെ കൈവശമുള്ളത്. അതിൽ നമ്മുടെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചു എന്നുള്ള ഹർഷീനയുടെ വാർത്തയുണ്ട്. കത്രിക മുനയിൽ 5 കൊല്ലമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഉഷ അനുഭവിച്ചത്. അതുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഹർഷീനയുടെ ഒരു പ്രതികരണവും വന്നിരിക്കുന്നത്. എന്തായാലും അത് തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ സമരം തുടരുന്നു. ഡയസ്നോൺ പ്രഖ്യാപനവുമായുള്ള സർക്കാർ നീക്കം പറയുന്നുണ്ട് മനോരമ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സൗജന്യങ്ങൾ മുന്നറിയിപ്പുമായി സുപ്രീം കോടതി നീങ്ങിയിട്ടുണ്ട് എന്നാണ്. അതായത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വേണ്ട ഫ്രീ പ്രീണനം എന്നുള്ള രീതിയിലാണ്. അതായത് വികസനം നടപ്പാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് സർക്കാരുകൾ ശ്രമിക്കേണ്ടതല്ലാതെ ഇത്തരത്തിലുള്ള ഈ പ്രീണന സ്വഭാവമല്ല എന്നുള്ളതും കോടതി പറയുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ പേജിലെ പ്രധാന വാർത്തകൾ. അതോടൊപ്പം തന്നെ ആദ്യത്തെ പേജിൽ നമ്മുടെ സൂപ്പർ ഇൻ്റലിജൻസ്, മനുഷ്യനെ മറികടക്കുന്ന സൂപ്പർ ഇൻ്റലിജൻസിനെ കുറിച്ചും വാർത്ത വരുന്നുണ്ട്. എന്തായാലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിലവിൽ വരും. ഓപ്പൺ AIയുടെയും ആന്ത്രോപിക്കിൻ്റെയും തലവന്മാർ അത് വ്യക്തമാക്കിയിരിക്കുകയാണ്, അത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയിലെ ഈ തകർച്ചയെക്കുറിച്ച് അകത്തെ പേജിലും, അതായത് 6-ാമത്തെ പേജിലും മലയാള മനോരമ ഒരു രാധാകൃഷ്ണ പിള്ളയ്ക്ക് അനുഭവിച്ച ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അതായത് ചില്ല് കഷ്ണങ്ങൾ നീക്കാതെ മുറിവ് വച്ചുകെട്ടി 63 ദിവസം കഴിഞ്ഞാണത് പുറത്തെടുത്തത് എന്നാണ് മലയാള മനോരമ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി മറ്റ് പേജുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പ്രാദേശിക വാർത്തകളുണ്ട് പ്രാദേശികമായിട്ടുള്ള പേജിൽ. അതോടൊപ്പം നമ്മളിപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ആരോഗ്യമേഖലയുടെ തകർച്ച പറയുന്നുണ്ട്. 8-ാമത്തെ പേജിൽ സർക്കാർ കടുംപിടുത്തം ഒരു ചികിത്സയല്ല എന്നുള്ള രീതിയിൽ, അതായത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ആവശ്യങ്ങളിലെ ന്യായം
കാണണം എന്നുള്ളതാണ് മലയാള മനോരമ പറഞ്ഞിരിക്കുന്നത്. അതീവ ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖല ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ KGM-CTA നേതൃത്വത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാർ നടത്തുന്ന OP ബഹിഷ്കരണ സമരം 4 ദിവസം പിന്നിട്ടതോടെ ഭൂരിഭാഗം പേരുടെ നിലപാട്, അതായത് ഭൂരിഭാഗം വിഭാഗങ്ങളുടെയും പ്രവർത്തനം താറുമാറായി കഴിഞ്ഞു എന്നുള്ളതും മലയാള മനോരമ പറയുന്നുണ്ട്. KP ഇനി നമുക്ക് മാതൃഭൂമി പരിശോധിക്കാം. മാതൃഭൂമിയുടെ ഒന്നാമത്തെ പേജിൽ പകുതിയും ഒരു പരസ്യത്തിനായിട്ടാണ് നീക്കി വെച്ചിരിക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ പേജിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റ് പേജുകൾ പരിശോധിക്കുമ്പോൾ മൂന്നാമത്തെ പേജിൽ തന്നെയുള്ളത് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ്. എല്ലാ പത്രങ്ങളും മെയിൻ വാർത്തയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ മെഡിക്കൽ കോളേജുകൾ സ്തംഭനത്തിലേക്ക്, ആതുരാലയങ്ങളുടെ ഒരു താളം തെറ്റുന്ന അവസ്ഥ തന്നെയാണ്. മെഡിക്കൽ കോളേജുകൾ സ്തംഭനത്തിലേക്ക്, ശസ്ത്രക്രിയകൾ മുടങ്ങി, OPയിൽ താൽക്കാലിക ചികിത്സ മാത്രം എന്നുള്ള വാർത്ത മൂന്നാം പേജിലാണ് വിശദമായിട്ട് തന്നെ മാതൃഭൂമി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ നെടുമങ്ങാട് സംഭവം അവർ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒപ്പം ഈ സംഭവം, അതായത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് സംഭവിച്ച ഒരു തളർച്ച, അത് മാതൃഭൂമി എഡിറ്റോറിയൽ പേജിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ആർദ്രമാകണം ആരോഗ്യരംഗം എന്നുള്ള ഒരു ഹെഡിങ്ങോടെ തന്നെയാണ് അവരുടെ എഡിറ്റോറിയൽ. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയിൽ ആദിവാസി യുവതിയുടെ ഗർഭസ്ഥ ശിശു മരിച്ചത് സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തിന് മറ്റൊരു മാനഹാനിയായി എന്നാണ് ആ ഒരു എഡിറ്റോറിയൽ തുടങ്ങി വച്ചിരിക്കുന്നത്. പിന്നീട് 7ാമത്തെ പേജിലേക്ക് വരുമ്പോൾ സഹകരണ ബാങ്കുകൾക്ക് പൊതു സോഫ്റ്റ്വെയർ ടെൻഡറിൽ അട്ടിമറി, കരാർ ദിനേശിന്. ഇടതുപക്ഷ പ്രസ്ഥാനമായ ദിനേശിന് കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തന്നെ ആ ഒരു കരാർ നൽകിയത് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ തന്നെയാണ് ആ വാർത്ത വിശദമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം സീറ്റ് ചർച്ചകളിലേക്ക് LDF കടന്ന വാർത്ത 9ാം പേജിലുമുണ്ട്. ഉഭയകക്ഷി ചർച്ച വേഗം പൂർത്തിയാക്കാൻ ധാരണ, തിങ്കളാഴ്ച LDF യോഗം എന്നും വളരെ വിശദമായിട്ട് തന്നെ മാതൃഭൂമി പറഞ്ഞു വെക്കുകയാണ്. അതെ, കേരള കൗമുദിയിലും പ്രധാനപ്പെട്ട മെയിൻ പേജ് വാർത്ത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെയുള്ള വയറ്റിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. അതോടൊപ്പം റോഡിലെ കുഴിയിൽ യുവാവ് വീണ് മരിച്ചതുമായി ബന്ധപ്പെട്ട് അത് വീഴ്ത്തിയവർക്കെതിരെ ആർക്കുമില്ലേ വേദന എന്നുള്ള ഹെഡിങ്ങോടുകൂടി തന്നെ അതും പറയുന്നുണ്ട്. അതോടൊപ്പം AI ക്ഷേമത്തിനാകണം എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ കേരള കൗമുദിയുടെ പുറകിലത്തെ പേജിൽ ശശി തരൂരിൻ്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുണ്ട്. ശ്രീനാരായണ ഗുരു നേരിൻ്റെ വഴികാട്ടി എന്നാണ് ഉപരാഷ്ട്രപതി പറയുന്നത്. ജാതി വിഭജനം ആഴത്തിൽ വേരൂന്നിയ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു ആത്മീയ വഴികാട്ടിയായി ഉയർന്നു വന്നതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ശശി തരൂരിൻ്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം വന്നിരിക്കുന്നത്. ഇത് നമുക്ക് മംഗളം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തിന് സൗജന്യം എന്നാണ് അവരുടെ മെയിൻ ഹെഡിങ്. അതിന് തൊട്ടു ഇടതുവശത്തായിട്ട് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത കൊടുത്തിരിക്കുന്നത്. കേരളം ഇന്നലെ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്തൊരു വാർത്ത തന്നെയായിരുന്നു. വിവാദ പുസ്തകം ഏറ്റുവാങ്ങിയ VS അനിൽകുമാറിൻ്റെ വീടിന് മുൻപിൽ റീത്ത് എന്നുള്ള ഒരു വാർത്ത. ഒപ്പം വയറ്റിൽ കത്രിക മറന്നു വെച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഗർഭപാത്രം നീക്കി കത്രിക നിക്ഷേപിച്ചു, 5 വർഷം വേദന സഹിച്ച് ഉഷ ജോസഫ്. വയറ്റിൽ കത്രിക ഉള്ളതിൻ്റെ എക്സ്റേയുമായി ഉഷ ജോസഫ് നിൽക്കുന്ന ആ ഒരു ഫോട്ടോയുമായി ചേർത്താണ് മംഗളം വിശദമായി ആ വാർത്ത പ്രതിപാദിച്ചിരിക്കുന്നത്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ മത്സരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള സണ്ണി ജോസഫിൻ്റെ പ്രസ്താവന. മത്സരിക്കുമെന്ന് സണ്ണി ജോസഫ്, കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. സുനിൽ J. സണ്ണി യുടെ ഒരു വാർത്തയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷം, ഈ സണ്ണി ജോസഫിൻ്റെ അഭിപ്രായത്തോടെ എന്നുള്ള വാർത്തയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 3ാം പേജിൽ ഇനി മത്സരിക്കാനില്ല എന്ന് ആവർത്തിച്ച് കെ ബാബു ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഒപ്പം സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമാണ് കെ ബാബുവിന് പകരം തൃപ്പൂണിത്തുറയിൽ ആര് മത്സരിക്കുമെന്ന്. ആ ഒരു സാധ്യതാ പട്ടികയും മംഗളം വിശദമായി തന്നെ കൊടുത്തിരിക്കുകയാണ്.
പിന്നീട് മംഗളം പത്രത്തിൻ്റെ മറ്റ് പേജുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റ് പേജുകളിലും വിശദമായിട്ട് തന്നെ അത് കായിക മേഖലയായി കഴിഞ്ഞാലും മറ്റ് രാഷ്ട്രീയ മേഖലയായി കഴിഞ്ഞാലും അന്താരാഷ്ട്ര തലത്തിലായി കഴിഞ്ഞാലും നിരവധി വാർത്തകൾ തന്നെയാണ് മംഗളത്തിലുമുള്ളത്. രോഹിണി. അതെ, തുടർന്ന് നമുക്ക് ഇനി ഇന്ത്യൻ എക്സ്പ്രസ് ആണ് കയ്യിലുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മെയിൻ പേജിൽ വരുന്നത് AI ഇമ്പാക്റ്റ് സമ്മിറ്റുമായി ബന്ധപ്പെട്ടാണ്. അതായത് നീഡ് ഡെമോക്രറ്റൈസ്ഡ് ആൻഡ് ഹ്യൂമൻ സെൻട്രിക് AI എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഇന്ത്യ ഡസ് നോട്ട് ഫിയർ AI ബട്ട് സീസ് ഫ്യൂച്ചർ ആൻഡ് ഫോർച്യൂൺ ഇൻ ഇറ്റ് എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്ത ബിസിനസ് പേജിലുമുണ്ട്. അതായത് ജിയോ ടു ഇൻവെസ്റ്റ് 10 lakhs crore in AI development over 7 years എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഉള്ളത്. യെസ്, ഏതായാലും നമ്മൾ പത്രത്തിലൂടെ ഒന്ന് ഓടിച്ചു പോകുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തകൾ അതിലേറ്റവും എല്ലാ പത്രങ്ങളും ശ്രദ്ധയോടെ ഗൗരവത്തോടെ കൊടുത്തിരിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ അവസ്ഥയുടെ പരിതാപകരമായ ഒരു സാഹചര്യം തന്നെയാണ്.